ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് പരിചയപ്പെട്ടാലോ? അപ്പോൾ വീടിനുള്ളിലൊക്കെ ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്യുന്നത് കുറച്ച് വലിയ ലീവ്സ് ഉള്ള പ്ലാന്റ്സ് ഒക്കെ വെക്കണം എന്നുള്ളവർക്ക് പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ ഫിലോഡെൻഡ്രോൺ കോങ്കോ റോജോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്ലാന്റിന്റെ ലീവ്സ് തന്നെയാണ്. വലിയ ലീവ്സ് ആയിരിക്കും ഈ പ്ലാന്റിന് വരുന്നത്. അതുപോലെ തന്നെ 2 കളർ വെറൈറ്റീസിൽ നമുക്ക് ഈ പ്ലാന്റ് മേടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഈ പ്ലാന്റ് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഫിലോഡെൻഡ്രോണിന്റെ തന്നെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള എമറാൾഡ് റെഡുമായിട്ട് നിങ്ങൾക്ക് രൂപസാദൃശ്യം തോന്നും. പക്ഷെ ഈ എമറാൾഡ് റെഡ് എന്ന് പറയുന്നത് ഒരു ക്ലൈംബിംഗ് പ്ലാന്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ പോലെ ഈ സ്റ്റിക്കിലൊക്കെ പറ്റി പിടിച്ച് വളരുന്ന തരത്തിലുള്ള പ്ലാന്റ് ആണ്. പക്ഷെ ഈ പ്ലാന്റ് അങ്ങനെയല്ല. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ കവർ ചെയ്ത് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതങ്ങനെ ക്ലൈംബിംഗ് പ്ലാന്റ് ഒന്നുമില്ല, പക്ഷെ നല്ല ലെങ്തി ആയിട്ടുള്ള വേരുകളൊക്കെ വരും. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഇലയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാന്റിന്റെ ഇലയും ഇതിന്റെ ഇലയും ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. ആ പ്ലാന്റിന്റെ തന്നെ പുതിയ മുള വരുന്നതും റെഡ് കളറിലാണ്. അപ്പൊ ഈ പ്ലാന്റിന് അതുപോലെ തന്നെയാണ്. ഈ പ്ലാന്റിന് പുതിയ മുള വരുന്നത് റെഡ് കളറിലാണ്. അതേപോലെ തന്നെ ആദ്യം വരുന്ന ലീവ്സും കുറച്ച് റെഡ് കളറായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ പ്ലാന്റിന്റെ രണ്ട് കളർ വേരിയന്റ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പൊ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫിലോഡെൻഡ്രോണിന്റെ കോങ്കോ റോജോയുടെ റെഡ് കളറാണ്. ഇതിന്റെ തന്നെ പ്യുവർ ആയിട്ടുള്ള ഗ്രീൻ കളറും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റിൽ വന്നിട്ട് ഇതിന്റെ തണ്ടുകളും അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന മുളകളെല്ലാം റെഡ് കളറായിരിക്കും. മറ്റേ പ്ലാന്റിന് അതെല്ലാം ഗ്രീൻ കളറായിരിക്കും. അപ്പൊ അത്രയാണ് ഈ 2 കളർ വേരിയന്റ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പൊ നമുക്കിത് പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടിനുള്ളിൽ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഇടത്ത് നമുക്ക് ഈ പ്ലാന്റ് സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ്. എന്ന് വെച്ചാൽ സൂര്യനിൽ നിന്നുള്ള നേരിട്ടുള്ള വെളിച്ചമല്ല, എന്നാൽ അത്യാവശ്യം നല്ല വെളിച്ചം നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ഏരിയയിൽ നമുക്ക് ഈ പ്ലാന്റ് സെറ്റ് ചെയ്ത് വളർത്താനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മേൽമണ്ണ് നന്നായിട്ട് ഉണങ്ങിയിരിക്കുമ്പോൾ മാത്രം നമ്മളിതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആഴ്ചയിൽ ഒരു 1-2 ദിവസം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിന് നല്ല ഒരു വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സറാണ് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഗാർഡൻ സോയിലിൻ്റെ അതേ അളവിൽ കൊക്കോപീറ്റും പെർലൈറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സറാണ് ഈ പ്ലാന്റ് നടാനായിട്ട് ഏറ്റവും ഉചിതം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ മാസത്തിലൊരിക്കൽ ഫെർട്ടിലൈസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ എല്ലാ പ്ലാന്റ്സിനും NPK ആണ് കൊടുക്കാറ്. അപ്പം അതുപോലെ തന്നെ ഈ പ്ലാന്റിനും NPK ആണ് നമ്മൾ കൊടുക്കാറ്. പിന്നെ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുന്ന സമയത്ത് ചിലപ്പോൾ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മൾ മറ്റുള്ള പ്ലാന്റ്സ് പോലെയല്ല, ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചുകൂടെ വളർന്ന ഒരു പ്ലാന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കതിനെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് 1-2 ഇലകൾ ഇളക്കി മാറ്റിയിട്ട് നമ്മളിത് നല്ല അടിപൊളിയായിട്ടുള്ള പോട്ടിംഗ് മിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാർഡൻ സോയിലും കൊക്കോപീറ്റും പെർലൈറ്റും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സിൽ നമ്മളിത് നട്ട് ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിന് വേര് മുളച്ച് കിട്ടും. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള കെയർ ഒന്നും നമ്മളിതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പ്ലാന്റ് നന്നായിട്ട് വളരുന്ന പ്ലാന്റ് ആണ്. ഇതിലും വലിയ ഇലയും അതുപോലെ തന്നെ ഇതിലും വലുതായിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വളരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ പോട്ട് മാറ്റി കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പം നമ്മളിതിനെ ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്ന് ഈ വേരുകളൊക്കെ പോട്ടിന് പുറത്ത് കാണാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ പ്ലാന്റിനെ പോട്ടിൽ നിന്ന് മാറ്റി അടിയിലുള്ള വേരൊക്കെ ഒന്ന് കുറച്ച് ഡ്രം ചെയ്ത് കളഞ്ഞതിന് ശേഷം വേറൊരു വലിയ പോട്ടിലേക്കോ അല്ലെങ്കിൽ ആ പോട്ടിൽ തന്നെ പുതിയ പോട്ടിംഗ് മിക്സറായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീടിനുള്ളിൽ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ ഫിലോഡെൻഡ്രോൺ റോജോ കോങ്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കാം. ഇതൊരു 300 രൂപ 400 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് കിട്ടും. ഇത്രയുള്ള പ്ലാന്റിനൊക്കെ ചിലപ്പോൾ നിങ്ങളൊരു 1500-2000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്ലാന്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇൻഡോർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡനിലേക്കുള്ള പ്ലാന്റ്സിൻ്റെയും വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും ബൈ.